ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പച്ചക്കറി വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഗ്രേവി ടൈപ്പ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിലേക്ക് പച്ചക്കറി ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വെണ്ടയ്ക്കയും ബീട്രൂട്ടും വേണ്ട, അതല്ലാത്ത വേറെ പച്ചക്കറി ആയാലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും പിന്നെ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ കളർ കാണില്ല, അതിന് ഇവിടെ തുറൈ എന്ന് പറയും, നാട്ടിലെന്താന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അതും എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, മല്ലിച്ചപ്പ്, ഉലുവച്ചപ്പില്ല, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ച വെജിറ്റബിളും കേട്ടോ. ക്യാപ്സിക്കം വേറെ വെക്കാം, വേറെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയിട്ട് നല്ല വഴറ്റിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ആക്കുക കേട്ടോ. ഇത് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അതൊന്ന് വഴറ്റിയ ശേഷം ഉലുവച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്മെല്ലേക്കാരം ഉലുവച്ചപ്പ് ഇടുമ്പം നല്ലൊരു സ്മെല്ല് വരും. പിന്നെ അതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൂടി പോകരുത് മല്ലിപ്പൊടി, ജസ്റ്റ് ഒരു കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഉപ്പും കൂടി ആഡാക്കിയിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്തതും കൂടി ഒന്നിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല മസാലയിലൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡാക്കി കൊടുക്കുക. കൂടി പോകരുത് കേട്ടോ. വെള്ളം ഒരു നുള്ളിൽ വേഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആ മസാലേൻ്റെ അതൊക്കെ പോകും കേട്ടോ. ഗ്രേവി ടൈപ്പ് കുറച്ച് കുറുന്നനായിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇടുക കേട്ടോ. ഫസ്റ്റ് തന്നെ ക്യാപ്സിക്കം ആഡ് ആക്കാതിരിക്കുക, എന്നുവെച്ചാൽ ഉടഞ്ഞു പോകും. നമ്മൾ 2 വിസിൽ മാത്രം എടുത്താൽ മതി. ആ 2 വിസിൽ തന്നെ നല്ല എല്ലാ വെജിറ്റബിളും ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 2 വിസിൽ വരുന്നുണ്ട്. ആവി പോയതിൻ്റെ ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ. ഞാൻ രാവിലെ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്കുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് പരത്തി ചുടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, എന്നെ അറിയുന്നവരായാലും അറിയാത്തവരായാലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചേ ആവണുള്ളൂ. എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. 200 ആയിട്ടില്ല. 200 എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു സംഖ്യയാണ്, പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നോ ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് വിചാരിച്ചൊരു തീരുമാനമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. എനിക്ക് യൂട്യൂബ് തുടങ്ങാനുള്ളൊരു മുടി ആദ്യം ഉണ്ടായിട്ടൊരു തുടങ്ങണമെന്ന് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒറ്റ മടിയും കൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തുടങ്ങിക്കൂടെ എങ്ങനെയെന്ന്, സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ഒക്കെ അറിയാലോ നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല എന്നെ ആരാ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല.
അപ്പോൾ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേരൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ഫാമിലിയിൽ യൂട്യൂബ് ഫാമിലിയിൽ ജോയിൻ ആവുന്നവരൊന്ന് ഞാൻ പേര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. ഇവിടെ വെജിറ്റബിൾ കറിക്ക് മൈസൂരിൽ ചാക്ന എന്നിട്ടോ പറയാം, തരക്കാരിക്ക് ചാക്ന എന്നാണ് പറയാം. അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഒന്ന് നല്ല മറിച്ചിട്ടും വേവിച്ചതിൻ്റെ ശേഷം ഒന്ന് എണ്ണ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊന്ന് പൊന്തി കിട്ടും. എല്ലാവർക്കും അറിയുന്നത് ഇക്കാരം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മൈസൂർ മലയാളി എന്നുള്ള ചാനലിലേക്ക് ഇനി നെക്സ്റ്റ് ആരാ സബ്സ്ക്രൈബ് ആവണത്ത ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കട്ടോ. എൻ്റെ ചാനലിൽ സ്റ്റിച്ചിങ്, കട്ടിങ്, പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് കാണുക. ഇൻഷാല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു മെഹന്ദീൻ്റെ ഇടണം എന്നുണ്ട്. ഇൻഷാല്ല സമയം കിട്ടുമ്പോൾ ഞാൻ അത് ഇടണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ചപ്പാത്തിയൊക്കെ ആയി. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ വെന്ത് റെഡി ആയിട്ടുണ്ട്, ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതാ കറക്റ്റായിട്ടുണ്ട്. ഒരിത്തിരി വെള്ളം ഉണ്ട് തോന്നിയാൽ കുറച്ചുണ്ട്, ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. വേഗം മാത്രം ഇട്ടാൽ മതി കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കുക. ചപ്പാത്തീൻ്റെ കൂടെ ആയാലും ദോശൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ചാട്നിയും പിന്നെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ഫ്രണ്ട്സ്.